നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 അർദ്ധരാത്രി ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ക്രൂരത മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്നതാണ്. ആ ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. ആ സംഗീത നിശയിൽ നിന്ന് രക്ഷപ്പെട്ട റാസ് ഹോഗൻ എന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. മൃതദേഹത്തിനെ പോലും പീഡിപ്പിക്കുന്ന ഹമാസിന്റെ ക്രൂരത, സ്ത്രീകളെ നഗ്നരാക്കി ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്തറത്തു കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ടു എന്ന റാസ് ഹോഗൻ എന്ന ചെറുപ്പക്കാരന്റെ വെളിപ്പെടുത്തൽ ലോക മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. ദയയുടെ ഒരു കണിക പോലും അർഹിക്കുന്നവരല്ല ഹമാസിന്റെ ഭീകരവാദികളെന്ന് റാസ് ഹോഗന്റെ വാക്കുകൾ പറയുന്നു. തന്റെ കാമുകിക്കൊപ്പം സദേൺ ഇസ്രായേലിലെ സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. റാസ് ഹോഗന്റെ കാമുകിയായ മായ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒളിച്ചിരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീയെ 5-6 ഭീകരർ ചേർന്ന് വസ്ത്രമഴിച്ച് അതിൽ ഒരാൾ ബലാത്സംഗം ചെയ്യുന്നതിന് ദൃക്സാക്ഷിയായി. ബലാത്സംഗത്തിനൊടുവിൽ വെട്ടിയും കുത്തിയും കഴുത്തറത്തും ആ സ്ത്രീയെ കൊലപ്പെടുത്തി. പിന്നീട് ഒരു ദമ്പതികൾക്ക് നേരെയായിരുന്നു ആക്രമണം. കയ്യിലുണ്ടായിരുന്ന മഴുവും വാളും കത്തിയും ഉപയോഗിച്ച് അവരെ നിർദാക്ഷണ്യം വെട്ടിക്കൊലപ്പെടുത്തിയതിന് റാസ് ഹോഗൻ ദൃക്സാക്ഷിയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിശബ്ദനായി കരയാൻ മാത്രമേ റാസ് ഹോഗന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ ഒരു പെൺകുട്ടി നിലവിളിക്കുന്നത് കേൾക്കാമായിരുന്നു. അതിനിടയിൽ അവളുടെ തലയ്ക്ക് വെടിയേറ്റതിനും താൻ ദൃക്സാക്ഷിയാണെന്ന് റാസ് ഹോഗൻ പറഞ്ഞു. നിരവധി സ്ത്രീകൾ നഗ്നരായി വഴിയരികിൽ നിൽക്കുന്നത് കണ്ടു. പലരും പിന്നീട് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മൃതദേഹങ്ങളെ പോലും പീഡിപ്പിക്കുന്നതിനിടയിൽ, വിവസ്ത്രരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനിടയിൽ അവരുടെ വേദന, അവരുടെ അലർച്ച ഉറക്കെ കേട്ടു. എന്നാൽ ഈ സമയം മുഴുവൻ ഒരു ഉന്മാദാവസ്ഥയിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ. അവർക്കിതെല്ലാം ഒരു രസമായി അവർ ചെയ്യുന്നതാണെന്ന് അപ്പോൾ തോന്നി. അത്രത്തോളം ആസ്വദിക്കുകയായിരുന്നു, ഈ സന്ദർഭം ആസ്വദിക്കുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികളെന്ന് റാസ് ഹോഗൻ പറയുന്നു. രക്ഷാപ്രവർത്തകരെ കാത്ത 9 മണിക്കൂറാണ് ഈ ചെറുപ്പക്കാരൻ കുറ്റിക്കാട്ടിൽ ഒളിവിൽ കഴിഞ്ഞത്. അതേസമയം സംഗീത നിശയ്ക്കിടയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെ രക്ഷപ്പെടുന്നതിനിടയിൽ നിരവധി സ്ത്രീകളെ നഗ്നരായി കണ്ടുവെന്ന് ഈ സംഗീത നിശയുടെ സംഘാടകനായ റാമി ഷുവൽ പറഞ്ഞു. ഈ സ്ത്രീകൾക്ക് എന്തു സംഭവിച്ചുവെന്ന് വ്യക്തമായിട്ടില്ല. ഇവരിൽ പലരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. കൗമാരക്കാരായ നിരവധി പെൺകുട്ടികളുടെ നഗ്ന ശരീരം കണ്ടതായി മറ്റൊരു ദൃക്സാക്ഷിയും വെളിപ്പെടുത്തുന്നു. ഇവരിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയരായിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുകയാണ്: ഹമാസിന്റെ ക്രൂരത വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്തതാണ്. അത്രത്തോളം പൈശാചിക മനസ്സുകളുടെ ഉടമകളാണ് ഹമാസ് എന്നതിന് യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ സൈന്യം നടത്തുന്നത് കൊടും ക്രൂരതയായി വ്യാഖ്യാനിക്കുന്നവർക്ക് ഉള്ള മറുപടിയാണിത്. ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് പോലും ഹമാസിനുള്ള അർഹിച്ച ശിക്ഷയല്ല. ഇതിനേക്കാൾ ദയാരഹിതമായിട്ടായിരിക്കണം ഹമാസിന്റെ ഭീകരവാദികളെ കൊലപ്പെടുത്തേണ്ടത്. അത്രത്തോളം ദുഷ്ടരാണ്, അത്രത്തോളം മനസാക്ഷിയില്ലാത്തവരാണ് ഈ ഹമാസിന്റെ ഭീകരവാദികൾ. ചെറിയ പെൺകുട്ടികൾക്ക് നേരെ, യുവതികൾക്ക് നേരെ അവരെ ബലാത്സംഗം ചെയ്ത ശേഷം, കൊലപ്പെടുത്തിയ ശേഷം ആ മൃതദേഹത്തെ പോലും പീഡിപ്പിക്കുന്ന മനസ്സിന്റെ വികൃതമായ മനസ്സിന്റെ ഉടമകൾ, അത്രത്തോളം തീവ്രവാദം മനസ്സിൽ കയറിയവർ, അവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തണമെന്നാണ് ലോക മനസാക്ഷി വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ അറിഞ്ഞ ലോകം പറയുന്നു, ഹമാസിന്റെ ഭീകരവാദികൾക്കെതിരെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് തെറ്റല്ല, ഇസ്രായേൽ നടത്തുന്നത് ശരിയാണ്. അത് കൂടുതൽ കാർക്കശ്യത്തോട് ചെയ്യണമെന്നാണ് ലോക മനസാക്ഷി തന്നെ വിളിച്ചു പറയുന്നത്. ഹമാസിന്റെ ഒരു ഭീകരവാദിയും ജീവനോടെ ഈ ഭൂമുഖത്ത് അവശേഷിക്കരുത്. അവസാന ഹമാസിന്റെ തീവ്രവാദിയെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ നിഷ്കരണം കൊല്ലണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലി ജനത ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യവും അവിടുത്തെ സൈന്യവും ഇത്രത്തോളം ശക്തമായി ഹമാസിനെതിരെ നടപടിയെടുക്കുന്നതെന്ന് ഇപ്പോൾ ലോകത്തിന് മനസ്സിലായിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ ലോകത്തിന്റെ മനസാക്ഷിയെ, ഈ വിവരണങ്ങൾ ലോകത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക എന്ന രാജ്യം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്. ഇത്രത്തോളം ദുഷ്ടന്മാരായ, ഇത്രത്തോളം ക്രൂരന്മാരായ ഒരു തീവ്രവാദ വിഭാഗത്തെ ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ.
ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരായ പെൺകുട്ടികൾ, ഒരു തെറ്റും ചെയ്യാത്ത അമ്മമാരും സഹോദരിമാരും, അവരെയാണ് ഭർത്താക്കന്മാരുടെയും മക്കളുടെയും സഹോദരന്മാരുടെയും മുന്നിലിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കഴുത്തറത്ത് മുഖമറത്ത് ഒക്കെ കൊലപ്പെടുത്തിയത്. ഇത്രത്തോളം ദുഷ്ടത്തനം ചെയ്തിട്ട് ശേഷവും ഇപ്പോൾ മനുഷ്യാവകാശത്തിനു വേണ്ടി നിലവിളിക്കുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ. അവർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന കുറെ ഇസ്ലാമിക തീവ്രവാദ അനുഭാവികളുമുണ്ട്. ഇവരെയൊക്കെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനൊപ്പം അമേരിക്കയും നിൽക്കുന്നു. എന്തായാലും ഒക്ടോബർ 7 ഇസ്രായേൽ കടന്നു കയറി ഹമാസ് നടത്തിയ ക്രൂരതയുടെ പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ ഏറെ പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ളത് ഏറെ ഉറപ്പിക്കാവുന്ന കാര്യമാണ്. കാരണം അതിൽ പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, കൗമാരക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ ഇതിനകം ഹമാസിന്റെ തീവ്രവാദികൾ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നിരിക്കാമെന്ന് ഇസ്രായേൽ കണക്കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇനി സന്ധി സംഭാഷണമോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ ഒരു വഴിയുമില്ല. ഇനി ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഹമാസിന്റെ ഉന്മൂലനം. ഹമാസിനെ എന്നേക്കുമായി ഈ ഭൂമുഖത്തു നിന്നും പുകച്ചു പുറത്തു ചാടിക്കുക, കൊന്നൊടുക്കുക. ഹമാസിന്റെ ഉന്മൂലനത്തിന് ശേഷം പുതിയൊരു ഗാസ സൃഷ്ടിക്കുക. ആ ഗാസയിൽ ഹമാസ് എന്ന് ഉച്ചരിക്കാൻ പോലും ആരും മുതിരരുത്. ഹമാസിനെ കുറിച്ച് ഓർക്കാൻ പോലും ആരും ധൈര്യപ്പെടരുത്. അതിനു മുൻപായി ഗാസയിലുള്ള പാലസ്തീനികളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുക. അവർക്ക് വേണ്ടിയുള്ള ലേലം വിളി അത് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് രാജ്യത്തിന് വേണമോ പാലസ്തീനികളെ കൊണ്ടുപോകാം, അഭയാർത്ഥികളെ ഏറ്റെടുക്കാം. അതിനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹമാസ് എന്ന ഭീകരവാദികളുടെ ഒരു തുള്ളി ചോര പോലും ഗാസയിൽ വീഴരുത്. അവരെ മുഴുവൻ കൊന്നൊടുക്കിയ ശേഷം പുതിയ ഗാസ സൃഷ്ടിക്കുക. അവിടെ തീവ്രവാദത്തിന്റെ ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കരുത്. അവിടെ എല്ലാ കാര്യങ്ങളും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. അത്തരമൊരു ഗാസയ്ക്ക് വേണ്ടിയുള്ള പുനർനിർമ്മാണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അതിനു മുൻപായി ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ മുഴുവൻ തീവ്രവാദികളെയും കൊന്നൊടുക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഇസ്രായേൽ സൈന്യം.